യേശുവിൻ്റെ അമൂല്യ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പ്രിയപ്പെട്ടവരെ, വയലിൽ ഒളിഞ്ഞിരിക്കുന്ന നിധി കണ്ടെത്തുക. സർവ്വതും ഉപേക്ഷിച്ചുകൊണ്ട് അധ്വാനത്തിലൂടെ, കഠിനമായ പ്രയത്നങ്ങളിലൂടെ ആ നിധി സ്വന്തമാക്കുമ്പോഴാണല്ലോ ജീവിതത്തിൻ്റെ വിജയമുണ്ടാകുക എന്ന് സുവിശേഷം ഇന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ഇന്ന് ജൂലൈ 26 നമ്മുടെ മാതാപിതാക്കളുടെ അവരുടെ മാതാപിതാക്കളെ, പൂർവികരെയൊക്കെ നന്ദിയോടെ ഓർക്കുന്ന സുദിനം. ഞാൻ ആശുപത്രിയിലെ താമസവും ജീവിതമൊക്കെ കഴിഞ്ഞ് ദൈവം ഒത്തിരി അനുഗ്രഹത്തോടുകൂടെ എന്നെ രക്ഷിച്ചു. ഇന്ന് ഈ ഞായറാഴ്ച ബലിയർപ്പിക്കുവാനായിട്ട് ഞാൻ ഒരുങ്ങുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ തോന്നിയ ചിന്തയാണ് ഒരു സന്ദേശം നിങ്ങൾക്ക് നൽകുക എന്നത്. തീർച്ചയായിട്ടും ഞാൻ രോഗാവസ്ഥയിൽ കിടന്നപ്പോൾ ഒത്തിരി പേര് എന്നോട് പ്രാർത്ഥന വാഗ്ദാനം ചെയ്തു, എന്നെ സന്ദർശിച്ചു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, കരുതലോടെ നോക്കി. ഞാൻ അവരോടൊക്കെ പറഞ്ഞ ഒരു വാക്കിതാണ്, ഞാൻ നിരാശനല്ല, ഞാൻ പ്രത്യാശയാണ്. എൻ്റെ ശക്തി ഒരു വൈദികനായിട്ട് തീരുവാൻ സാധിച്ചു. ദൈവം തിരഞ്ഞെടുത്തു, അൾത്താരിലെ ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകനാക്കി. തീർച്ചയായും ഒത്തിരി പേരുടെ പ്രാർത്ഥനയും ഈ വിശ്വാസത്തിൻ്റെ ആഴവും എൻ്റെ മാതാപിതാക്കളിൽ നിന്നും, അവരുടെ മാതാപിതാക്കളിൽ നിന്നും, പൂർവികരിൽ നിന്നും, ഞാൻ വളർന്നു വന്ന കാലഘട്ടത്തിൽ ഫ്രാൻസിസ്കൻ 3-ാം സഭയിലും ലീജൻ ഓഫ് മേരിയിലും കൂടെ പ്രവർത്തിച്ച് നടന്നപ്പോൾ അവിടെ പ്രായം ചെന്ന ഒത്തിരി മാതാപിതാക്കൾ എനിക്ക് ശക്തിയായിട്ട്, പ്രചോദനമായിട്ട്, മാതൃകയായിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അവരുടെയൊക്കെ ത്യാഗപൂർണമായ ജീവിതം എനിക്ക് ശക്തിയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, അന്ന് ലൂർദുപുരത്ത് 3-ാം സഭയുടെ മീറ്റിങ്ങിന് പോകുമ്പോൾ വിഴിഞ്ഞം മുതൽ ഇരമൺതുറ വരെയുള്ള പ്രായം ചെന്ന മാതാപിതാക്കൾ രാവിലത്തെ കുർബാന കഴിഞ്ഞ് കാൽനടയായിട്ട് 2 മണിക്ക് ലൂർദുപുരത്ത് നടക്കുന്ന മീറ്റിങ്ങിന് നടന്നെത്തുമായിരുന്നു. തിരിച്ചതുപോലെ അവർ ഇരമൺതുറ വരെ പോകുന്നവർ കൊല്ലങ്കോട്, മാർത്താണ്ഡംതുറ, നീരോടി, പുത്തൻതുറ എന്ന് തുടങ്ങി ഇരമൺതുറ വരെ, അതുപോലെ പുതിയതുറ, പള്ളം, കൊച്ചുപള്ളി, അടിമലത്തുറ തുടങ്ങി വിഴിഞ്ഞം വരെയുള്ളവരുടെ ആ മാതാപിതാക്കളുടെ ത്യാഗപൂർണമായ ജീവിതം, അവരുടെ തമ്പുരാൻ്റെ മുമ്പിൽ എനിക്ക് വേണ്ടി കൈകൂപ്പിയവർ ഇന്ന് ഈ ലോകത്തിൽ അതിലധികം പേരുമില്ല. 99% പേരും ഈ ലോകം വിട്ട് കടന്നുപോയി. പക്ഷേ അവരുടെയൊക്കെ ജപമാല മണികളിലൂടെ അവർ കൈവിരലുകൾ അനക്കി പ്രാർത്ഥിച്ചത് ഇന്നെനിക്ക് ശക്തിയാണ്. അതേ പ്രിയപ്പെട്ടവരെ, ഞാൻ ബലിയർപ്പിക്കാൻ പോകുന്നു. ഇന്നത്തെ സുവിശേഷം പറയുന്നത് പോലെ ഒളിഞ്ഞിരിക്കുന്ന നിധി നമുക്ക് കണ്ടെത്താം. സഹനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ദൈവാനുഭവങ്ങളിലൂടെയും ആ നിധി സ്വന്തമാക്കി സന്തോഷത്തോടെ മുന്നേറാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും അനുഗ്രഹപൂർണമായ നല്ലൊരാഴ്ചക്കാലം ആശംസിക്കുന്നു. താങ്ക് യു.